പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന കണ്ണൂർ, കൊല്ലം ജില്ലകളിലേക്കുള്ള LDC എക്സാമിന്റെ പ്രൊഫഷണൽ ആൻസർ കീയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മാലിദ്വീപ്. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. പ്രസ്താവനകൾ നോക്കാം. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, VP മേനോൻ. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, ബ്രസൽസ്. നാറ്റോയുടെ ആസ്ഥാനമാണ് ബ്രസൽസ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ, യോഗക്ഷേമ സഭ BT ഭട്ടതിരിപ്പാട്, ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്, 1 മാത്രമാണ് ഉൾപ്പെടാത്തത്. എന്നാൽ ഉൾപ്പെടുന്നവയാണ് ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. ഇത് 3 പ്രസ്താവനകളും ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവനയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. എനിക്കു ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചൂടെ, മേരി ആന്റോനേറ്റ്, ഇത് 2ഉമാണ് ശരിയായിട്ടുള്ളത്. പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഗോദാവരി. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗ്രീൻവിച്ച്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒഡീഷ. രാജസ്ഥാൻ, ഗുജറാത്ത്, ത്രിപുര എന്നിവിടങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നു. എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, തെക്കേ അമേരിക്കയാണ്. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ലൂ. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, തൃശൂർ. 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. അതാണ് ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഗ്രാമീണ അസമത്വമാണ് ശരിയല്ലാത്തത്. എന്നാൽ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ശരിയായിട്ടുള്ളവയാണ് ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലുമുള്ള വർധനവ്, വരുമാന വർധനവ്, തൊഴിൽ വർധനവ്. സാമ്പത്തിക പരിഷ്കരണാന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏവ? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, 1ഉം 2ഉം. വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങൾ, അതുപോലെ തന്നെ കുറഞ്ഞ വേതന നിരക്ക്, ഇത് 2ഉമാണ് വരുന്നത്. ഇന്ത്യൻ കാർഷിക രംഗത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്കാണ് ശരിയല്ലാത്തത്. എന്നാൽ ശരിയായിട്ടുള്ളവയാണ് സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറ, വ്യാവസായിക വൽക്കരണത്തിന്റെ അടിത്തറ, പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ മൂല കാരണം, ഇത് 3ഉം ശരിയാണ്. ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നതാണ് സ്വയം എന്ന പദ്ധതിയുടെ സവിശേഷത. നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്?
ആൻസർ ഓപ്ഷൻ ഡി ആണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. അതാണ് തെറ്റായിട്ടുള്ളത്. എന്നാൽ നീതി ആയോഗിന്റെ ചുമതലയിൽ ഉൾപ്പെടുന്നവയാണ്. ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക സഹായം നൽകുന്നു. വിദഗ്ധോപദേശക സമിതിയായി പ്രവർത്തിക്കുന്നു. ഇത് മൂന്നും ശരിയാണ്. പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് മുദ്ര പദ്ധതിയുടെ ലക്ഷ്യം. ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്നത് ആർക്കൊക്കെ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദ എബോ 1, 2, 3. അപ്പം തന്നിട്ടുള്ള മൂന്നും ശരിയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും, വ്യാവസായിക ശാലയിലെ തൊഴിലാളികൾ, ഭിന്നശേഷിക്കാർ, ഇത് മൂന്നുപേരും ഉൾപ്പെടുന്നു. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. വകുപ്പ് 51A ഇവ പ്രതിപാദിക്കുന്നു. ഭാഗം 3A ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയിലെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. ഇത് രണ്ടുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരി ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം. മൗലിക അവകാശങ്ങൾ, നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ, ഇത് രണ്ടുമാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് വരുന്നത്. കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയ, ഇത് രണ്ടുമാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളത്. ഭരണഘടനയുടെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം, ഇത് രണ്ടുമാണ് ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായിട്ടുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. കമ്മീഷനിൽ 5 അംഗങ്ങളാണുള്ളത്. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. ഇത് രണ്ടും ശരിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബോവ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരമാണുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓൾ ഓഫ് ദി എബോ. തന്നിട്ടുള്ള 3ഉം ശരിയാണ്. സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യ അന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടതാണ്. ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്.
കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. താഴെ പറയുന്നവയിൽ മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ശരീര താപനില നിയന്ത്രിക്കുക എന്നത് മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനമല്ല. എന്നാൽ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നവയാണ് ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളായി മാറ്റുക, പോഷകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുക, ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. താഴെ പറയുന്നവയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഓസ്റ്റിയോപൊറോസിസ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മഴക്കാടുകൾ. ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, അപൂരിത കൊഴുപ്പ്. ജനിതക എഡിറ്റിംഗ് സാങ്കേതികയായ ക്രിസ്പർ കാസ്9 ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്യാൻസർ ചികിത്സ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അയോട്ട. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഈഡിസ് ഈജിപ്തി. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്വിറ്റ്സർലാൻഡ്. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 3 ശരിയായിട്ടുള്ളത്. ധ്രുവ പ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആയിരിക്കും. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. h ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം h/2 സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിന്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1:1. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ആദ്യം വരുന്നത് വായു, രണ്ടാമത് ശുദ്ധജലം, മൂന്നാമത് സമുദ്രജലം. ഈ ഒരു ഓർഡറിലാണ് വരുന്നത്: വായു, ശുദ്ധജലം, സമുദ്രജലം. ഇന്ത്യയുടെ സൗര മിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1%. താഴെ പറയുന്നതിൽ ഇന്ത്യയിലെ സൗരോർജ വികസനത്തിനായുള്ള സ്ഥാപനം അഥവാ പദ്ധതി അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 2. NLCIL. ഇതാണ് അതിൽ ഉൾപ്പെടാത്ത പദ്ധതി അല്ലെങ്കിൽ സ്ഥാപനം. താഴെ പറയുന്നതിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, അമോണിയ. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സിങ്ക്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്ത മൂലകങ്ങളാണ് ഹൈഡ്രജൻ. അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. എന്നാൽ ശരിയായിട്ടുള്ളവയാണ്: ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഫ്ലോറിൻ, ഡ്രൈസെൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. ഇത് 3 ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം എവിടെ? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബാംഗ്ലൂർ. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതാണ് ചാന്ദ്രയാൻ 3 മിഷൻ റോവർ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രഗ്യാൻ. കൂത്തിനുപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മിഴാവ്. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, രാമവർമ്മ അപ്പൻ തമ്പുരാൻ. മെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, കഥകളി. മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആറ്റൂർ രവിവർമ്മ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1973. 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇന്തോനേഷ്യ.
മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രിയ AS. സെൻസിറ്റീവായ ബാങ്ക് അഥവാ ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അഥവാ സ്ഥാപനം വിശ്വസനീയമായ ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ അത് ഡാഷ് ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഫിഷിംഗ്. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ് ചെയ്തതുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, റൂട്ടർ. ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഓപ്ഷൻ എ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഡാം ഒരു ഡാഷ് ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മാൾവെയർ. ഡാം എന്നത് ഒരു മാൾവെയർ ആണ്. യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഓഗ്മെന്റഡ് റിയാലിറ്റി. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പ് നൽകുന്നില്ല? ആൻസർ ഓപ്ഷൻ ബി ആണ്, ചൂഷണത്തിനുള്ള അവകാശം. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ്, 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിലെ 10ാം വകുപ്പ്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കുവാൻ ആർക്കാകും? ആൻസർ ഓപ്ഷൻ എ ആണ്, മജിസ്ട്രേറ്റ്. 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാം. ജോലി, രേഖകൾ എന്നിവയുടെ പരിശോധന, രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്ടറുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തലുള്ള സാമ്പിളുകൾ എടുക്കൽ. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 30 ദിവസം. പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും പോക്സോ നിയമപ്രകാരം കുട്ടിയാണ്. ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, രേഖ ശർമ്മ. അടുത്ത മാത്സ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. ഒരു ബഹുഭുജത്തിന്റെ പുറം കോണുകളുടെ തുക അതിന്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 3. 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, 1800. 2, 5, 8 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 17. 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ്, 4160. 75ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 4. 76ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 440. ഒരു ശ്രേണിയാണ്, അതിലെ 10 പദങ്ങളുടെ തുകയാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 440. ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ 1:2:3:4 ആയാൽ വലിയ കോൺ എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ്, 144. ഒരു സംഖ്യയോട് 1 കൂട്ടിയതിന്റെ വർഗമൂലത്തിന്റെ വർഗമൂലം 3 ആയാൽ സംഖ്യ എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ്, 80. ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 12. 80ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 50 ഡിഗ്രി. അടുത്ത ഇംഗ്ലീഷ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്പെല്ലിംഗ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഹാൻഡ് കർച്ചീഫ്സ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദി മാനേജർ പോളിസി? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്,
എ മാൻ ഹൂ പ്രിവെന്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ്. സ്പോട്ട് ദി എറർ. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 84ാമത്തെ ചോദ്യം. ഫാസിമൈൽ മീൻസ്. ആൻസർ ഓപ്ഷൻ ബി ആണ് എക്സാക്ട് കോപ്പി. നവീൻ സെഡ് നീഡ് ഐ ഗോ അറ്റ് വൺസ് ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നവീൻ ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് ദെൻ. നൺ ഓഫ് ദ വർക്ക്മെൻ അറൈവ്ഡ് ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ആൻസർ ഓപ്ഷൻ സി ആണ് ഡിഡ് ദേ. ലെപ്റ്റോസ്പൈറോസിസ് ഈസ് റിലേറ്റഡ് വിത്ത് ഡാഷ്. ആൻസർ ഓപ്ഷൻ ബി ആണ് റാറ്റ്. ഡാഷ് ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ഡാഷ് ബുഷ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് എയും ദായുമാണ് വരുന്നത്. എ ബാഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദി ബുഷ്. ഹി ഈസ് ബീങ് അക്യൂസ്ഡ് ഡാഷ് തെഫ്റ്റ്. ആൻസർ ഓപ്ഷൻ എ ആണ് ഓഫ്. ഹി ഈസ് ബീങ് അക്യൂസ്ഡ് ഓഫ് തെഫ്റ്റ്. ദേ ഹാവ് കോണ്ടാക്റ്റഡ് എവരി വൺ കൺസേൺഡ് ചേഞ്ച് ദി വോയിസ്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. എവരി വൺ കൺസേൺഡ് ഹാസ് ബീൻ കോണ്ടാക്റ്റഡ്. അടുത്ത മലയാളം ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. താഴെ പറയുന്നതിൽ ശരിയായ വാക്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. താഴെ പറയുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സ്വാമികൾ. വേദത്തെ സംബന്ധിച്ചത് ശരിയായ ഒറ്റപ്പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വൈദികം. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ശാശ്വതം. താഴെ പറയുന്നതിൽ നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ എ ആണ് നിലാവ്, ചന്ദ്രിക, കൗമുദി. അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ് മുഴുവൻ കൊള്ളയടിക്കുക എന്നതാണ് അമ്പലം വിഴുങ്ങുക. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് ഭഗവത്ഗീത. വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്തെഴുതിയാൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ബിൻ അധികം തലം വിണ്ടലം. തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടകപദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് തലയിലെ വേദനയാണ് തലവേദന. ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കോടീരം.